മോർണിംഗ് സ്റ്റാർട്ട് ആയിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ നമ്മള് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഇന്നലെ എടുത്ത് വരെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നോ? എന്താണ് ആരൊന്നും പറയാത്തെ? അത് വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞത് ICU എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ICU എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ICUവില് പരിചരിക്കുന്നത് അല്ലെ? ഹു ആർ കെയർഡ് ഇൻ ICU, ICUവിൽ ആരൊക്കെയാണ്, എങ്ങനെയുള്ള ആളുകളെയാണ് പരിചരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കോമൺ ടൈപ്സ് ഓഫ് ICU ആണ് അല്ലെ? അത് ഓരോ ICU എന്ത് സ്പെഷ്യലൈസ്ഡ് കെയർ ആണോ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പല പല ടൈപ്പുകളായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു കാർഡിയാക് ICU, CICU, അതുപോലെ തന്നെ CVTS ICU, GICU അല്ലെ, MICU എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ടൈപ്പുകളും കണ്ടിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലെ? അതായത് ഓപ്പൺ യൂണിറ്റ് ICU എന്താണ്, ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറയുമ്പോൾ അവിടെ ഫിസിഷ്യൻ, ഒരു ജനറൽ പ്രാക്ടീഷണർ അഥവാ ഒരു ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ, അതുപോലെ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യൻസ് അല്ല, അദ്ദേഹത്തിനാണ് കൂടുതൽ അവിടെ റോള് വരുന്നത്. പിന്നെ എന്താണ് ഇന്റൻസിവിസ്റ്റ് അല്ലെ, അതായത് ICU സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് വളരെ പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് ഏതിനകത്ത് വരുന്നുള്ളൂ? ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് വരുന്നു. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഇന്റൻസിവിസ്റ്റ്, ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനാണ് മേജർ റോള് വരുന്നത് അല്ലെ? അദ്ദേഹമാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും മറ്റുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതും എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സമയത്ത്, വളരെ ടൈമിലി നമുക്ക് രോഗിയെ ഇവാലുവേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചികിത്സ ആരംഭിക്കാനായിട്ടും സാധിക്കും. പിന്നെ മാത്രമല്ല ഇന്റൻസിവിസ്റ്റ് ഇല്ല കുറെ നേരമായിട്ടില്ല, ഇതിപ്പോ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള, അതായത് ഗുരുതരമായിട്ടുള്ള രോഗികൾ പരിചരിക്കുന്നതിൽ വളരെ ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇന്റൻസിവിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ സേവനം നമുക്ക് കൂടുതൽ എവിടെ കിട്ടുന്നത്? ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റാഫിംഗ് ആണ്. മുഴുവൻ ആക്കിയതിലില്ല, കുറച്ച് ഭാഗം മാത്രമാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കാം. ICUവിലെ സ്റ്റാഫിങ്ങിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ 4 വിഭാഗം ആളുകളാണ് മെയിൻ ആയിട്ട്. നമുക്ക് ഒരു കാര്യം അറിയാം, ICU എന്ന് പറയുന്ന യൂണിറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അല്ലെ? അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ട്, പിന്നെ എന്താണ് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാർ ഉണ്ടായിരിക്കും, നേഴ്സസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം എന്താ പറയാ, ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഈ പറയുന്ന യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കറിയാലോ. അപ്പൊ പ്രത്യേകമായിട്ട് അവിടെ കൊടുക്കുന്നത് ഒന്നാമത്തെ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ് ആണ് അല്ലെ? മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? നോക്കൂ, ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് സ്പെഷ്യലി ICU സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. റെസിഡന്റ് ഡോക്ടേഴ്സിലല്ലേ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ്. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് an ICU ഡേറ്റ. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെയുള്ള ശ്വസന സംബന്ധമായിട്ടൊക്കെ രോഗികൾക്ക് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളും ഏതിന്റെ ഭാഗമാണ്? ICUവിന്റെ ഭാഗമാണ്. ഓക്കെ, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ വിഭാഗം എന്താണ്? നഴ്സിംഗ് സ്റ്റാഫ് ആണ് അല്ലെ? നഴ്സിംഗ് ജീവനക്കാരാണ്. അത് നോക്കൂ, ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബവ് ആവറേജ് കോമ്പിറ്റൻസ്. അത്യാവശ്യം ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള,
അത്യാവശ്യം നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള അത്രയും പ്രാവീണ്യമുള്ള പ്രൊഫഷ്യൻസി ഉള്ള ഒരു രജിസ്ട്രേർഡ് അല്ലെങ്കിൽ നഴ്സുമാരായിരിക്കും ഈ പറയുന്ന ICUവിനെ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അടുത്ത നോക്കുക. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇസ് 1:1 or 1:2. ഇത് മുൻവർഷ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റെക്കമെൻഡഡ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICUവിലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:1 അല്ലെങ്കിൽ 1:2 ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 1 patient ആണ് അർത്ഥം. ഒരു പേഷ്യന്റിന് ഒരു നഴ്സ്. 1:2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 nurse is serving for the 2 patients ആണ് കേട്ടോ. 2 പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു നഴ്സ്. ഏതെങ്കിലും രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദ്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്നാണ് ചോദിക്കുന്നത്, ഇത് കറക്റ്റ് ആണ്. 1:1 to 1:2. ചിലപ്പോൾ ചോദ്യത്തിൽ ചെറിയൊരു എന്താ ഷിഫ്റ്റ് ചെയ്ത് ചോദിക്കും. പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതണം കേട്ടോ. 1:1 പ്രശ്നം വരില്ല. പക്ഷെ 1:2 എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ ആണെങ്കിൽ 2:1 എന്ന് എഴുതണം കേട്ടോ. അത് ചോദിക്കാറില്ല, എങ്കിലും വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 or 1:2 ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് നാലാമത്തെ വിഭാഗക്കാരൻ എന്ന് പറയുന്നത് ഓക്സിലറി പേഴ്സണൽ ആണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിങ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്പോർട്ടിങ് സ്റ്റാഫുകളാണ്. ഞാൻ ഓഡിയോ ടൈപ്പ് ചെയ്യാം അല്ലെ. അതായത് ഓക്സിലറി മീൻസ് സപ്പോർട്ടിങ് സ്റ്റാഫുകളാണ് കേട്ടോ. ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളെയും മറ്റുള്ള നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ള അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് കേട്ടോ. ഓക്കെ ആമിന, ഗുഡ് മോർണിംഗ്. ഒക്കെ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്പോർട്ടിങ് സ്റ്റാഫുകളാണ് കേട്ടോ. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? ICU ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ICU ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ അതിന് ധാരാളം എക്യുപ്മെന്റ്സുകൾ, ഒരുപാട് ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എന്താണ്? ഓക്കെ ഫസ്റ്റ്, ഗുഡ് മോർണിംഗ്. അതായത് ഒത്തിരി എന്താണ് എക്യുപ്മെന്റ്സുകളൊക്കെ സജ്ജമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അതിലേക്ക് കൈകാര്യം ചെയ്യുന്നതിന് മറ്റുമായിട്ട് ICU ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. മെഡിക്കൽ സ്റ്റാഫുകൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അതുപോലെ തന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ക്ലാസ്. ഇനി അടുത്തതാണ് നഴ്സിംഗ് എയ്ഡ്സ് കേട്ടോ. നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ കേട്ടോ. നഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ അസിസ്റ്റ് ചെയ്യുന്ന, അവരെ സഹായിക്കുന്ന ആളുകൾ കേട്ടോ. അതിന്റെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട്? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ് കേട്ടോ. വാർഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ വാർഡ് അസിസ്റ്റൻസ് ആണ് കേട്ടോ. അവര് നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഈ പറയുന്ന പേഷ്യന്റിന്റെ ബെഡുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബെഡ്ഷീറ്റുകളും മറ്റുമൊക്കെ മാറ്റാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വാർഡ് ബോയ്സുകളാണ് കേട്ടോ. വാർഡ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കും. ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ICUയുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം എന്താണ്, ഒരു പേഷ്യന്റിന് ഒരു നഴ്സ്. അതെ അതാണ് കേട്ടോ പ്രശ്നം. ഇത് 1:1 എന്ന് പറഞ്ഞാൽ 1 nurse is serving for 1 patient കേട്ടോ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഒരു നഴ്സ്. 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 nurse is serving for 2 patients. 2 പേഷ്യൻസിനെ നോക്കാൻ ഒരു നഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ICUവിലാണ് കൊടുക്കുന്നത്. അത്രയും ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ്. വാർഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. വാർഡിലൊക്കെ പറയുമ്പോൾ ശരിക്കും 1:6 ഒക്കെയാണ് വരിക. 6 പേഷ്യൻസിനൊക്കെ കൂടി ഒരു നഴ്സ് എന്നുള്ള കണക്കാണ്. പക്ഷെ ICUവിൽ അങ്ങനെയല്ല. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഒരു നഴ്സ്, 2 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ്. ആ രീതിയിലാണ് ഇതാക്കുന്നത്. അത്രയും ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട രോഗികളായിരിക്കും ICU. ഓക്കെ ആണല്ലോ കൃഷ്ണൻ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ അറ്റൻഡൻസിനെ പറ്റിയാണ്. ഫീമെയിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ബേസിക് ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനായിട്ട് ICU പേഷ്യൻസിനെയൊക്കെ ബേസിക് ആക്ടിവിറ്റികളൊക്കെ സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളായിരിക്കുമ്പോ അപ്പൊ അവരെ സംബന്ധിച്ച് അവരെ കുടിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഗ്രൂം ചെയ്യുക, അവർക്ക് ഓറൽ മെഡിസിൻസും മറ്റും കൊടുക്കുക. അങ്ങനെ അവരുടെ ബേസിക് ആക്ടിവിറ്റീസിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫീമെയിൽ അറ്റൻഡൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും. അറിയാലോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും റൂമൊക്കെ വൃത്തിയായി ക്ലീനാക്കി സൂക്ഷിക്കുന്നതിനായിട്ട് സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഏത് വിഭാഗമാണ്? നഴ്സിംഗ് എയ്ഡ്സ് ആണ്. അതായത് നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ.
ഓക്കെ, ഇത്രയുമാണ് ICUവിലെ സ്റ്റാഫിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ആരൊക്കെയുണ്ട്? മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ എന്താണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, ഓക്സിലറി പേഴ്സണൽ ദാറ്റ് മീൻസ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെ ICUവിലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതാണ് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് രജിസ്ട്രാർ ഇൻ ICU. ICU രജിസ്ട്രാർ ആണ് കേട്ടോ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? ആരാണെന്ന് അറിയാമോ? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. തമിഴ് വർഷ ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? അതൊരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് രജിസ്ട്രാർ, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് MD will always be on duty. He or she can be a consultant later after few years of attaining experience. നമ്മൾ നേരത്തെ മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞപ്പോ നമ്മളതിൽ പറഞ്ഞിരുന്നു റെസിഡന്റ് ഡോക്ടർമാരുണ്ടാവും പറഞ്ഞു. അതിന് തന്നെ സീനിയർ ഡോക്ടർമാരുണ്ടാവും, ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരുണ്ടാവും. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. റെസിഡന്റ് ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ദാറ്റ് മീൻസ് ദ ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അതായത് സാധാരണ നമ്മൾ MBBS നമ്മളിപ്പോ ഒരു ഡിഗ്രി ചെയ്യുന്ന പോലെ തന്നെയാണ് MBBS ചെയ്യുന്നു. അതിനുശേഷം അവർ എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ, MD എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും. MBBS കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് MD ചെയ്യും. MD ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ അവർ എന്ത് ചെയ്യും? പഠിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യും. അതാണ് MD എന്ന് പറഞ്ഞത്, പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 3-4 വർഷങ്ങളോളം റെസിഡൻസി പീരീഡിൽ ഇരിക്കും. എന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് പീരീഡിൽ അവരിക്കും. ഡോക്ടേഴ്സ് അവർ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തത് ആ ഒരു വിഭാഗത്തിൽ അവരൊരു സാധാരണ ഒരു 3 to 4 years ഒക്കെയാണ് പറയുന്നത് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്നത്. വെച്ചാൽ അവര് ആ ഒരു ട്രെയിനിങ് പീരീഡിൽ അവര് എന്ത് ചെയ്യും? ഡ്യൂട്ടിക്ക് അവർ കയറും. ഓക്കെ, അങ്ങനെ ആ ഒരു സമയത്താണ് അവർ കൂടുതൽ എക്സ്പീരിയൻസും മറ്റും അറ്റൈൻ ചെയ്തത് ആ ഒരു റെസിഡൻസി പീരീഡിനാണ്. ഈ ഒരു റെസിഡൻസി പീരീഡും കൂടെ കഴിയുമ്പോഴാണ് അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, അതൊരു ഡോക്ടറുടെ ജേർണി ഒന്ന് ചിന്തിക്കാം. അതായത് ഒരു MBBS എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ MD ചെയ്യാണ്, മീൻസ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവര് എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞിട്ട് ഒരു റെസിഡൻസി പീരീഡിൽ, അതായത് അവർ ഏതിനാണോ സ്പെഷ്യലൈസ് ചെയ്തത് ആ ഒരു വിഭാഗത്തില് സാധാരണ പറയുന്ന ഒരു 3 to 4 വർഷമൊക്കെയാണ് പറയുന്നത്. ആ ഒരു പീരീഡിൽ എത്തി കഴിഞ്ഞിട്ട് അവര് എന്ത് ചെയ്യും? റെസിഡൻസി പീരീഡിൽ ഇരിക്കും. ദാറ്റ് മീൻസ് അവർ സ്പെഷ്യലൈസ് ചെയ്ത വിഭാഗത്തിൽ അവര് ട്രെയിനിങ്ങിൽ ഇരിക്കും. എന്ന് വെച്ചാൽ അവർ ഡോക്ടറായിട്ട് അതിന് സെർവ് ചെയ്യും. ആ ടൈമിൽ ഒരുപാട് എക്സ്പീരിയൻസ് മറ്റുള്ളതൊക്കെ അവർക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു റെസിഡൻസി പീരീഡ് കഴിയുമ്പോഴാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വൺ സീനിയർ. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? സീനിയർ റെസിഡന്റ് സീനിയറും ഉണ്ട്, ജൂനിയറും ഉണ്ട്. സീനിയർ റെസിഡന്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് MD ആണ്, അതായത് MD കഴിഞ്ഞിട്ട് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന സെർവ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതാണ് സീനിയർ റെസിഡന്റ്. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞ നിലവിൽ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? MD എടുത്തുകൊണ്ടിരിക്കുകയാണ്, MD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെയാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കും. അപ്പോ അത്തരത്തിലൊരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് രജിസ്ട്രാർ, ബ്രാക്കറ്റിൽ പറഞ്ഞു നോക്കിയേ, പോസ്റ്റ് MD, അതായത് MD കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കേട്ടോ. പോസ്റ്റ് MD മീൻസ് MD സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ്. അവർ ആ ഒരു എന്താ പറയാ സർട്ടൻ ഇയർ ഓഫ് റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അവരായിരിക്കും എന്തെന്ന് പറയുന്നത്? സീനിയർ മീൻസ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. He or she can be a consultant later after few years of attaining experience. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ ഒരു റെസിഡൻസി പീരീഡിലെ എക്സ്പീരിയൻസ് ഒക്കെ അറ്റൈൻ ചെയ്തതിന് ശേഷം പിന്നീട് അവരെന്ത് ചെയ്യും? ഒരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുകയാണ് ചെയ്യുന്നത്. കൺസൾട്ടന്റ് ആകുമ്പോൾ എപ്പോഴും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാം. അതുവരെ അവർക്ക് റെസിഡൻസി പീരീഡിലെ ഡോക്ടേഴ്സിന് എന്ത് കൂടുതലായിരിക്കും?
വർക്ക് ലോഡ് കൂടുതലായിരിക്കും. കാര്യം ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്, അപ്പൊ ഫുൾ ടൈം ഡ്യൂട്ടി ഒക്കെ അവർക്ക് വരും കേട്ടോ. അപ്പൊ അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടീസിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത് കേട്ടോ. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത്. കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നമില്ല, അവർക്ക് ആ ഒരു ടൈമിൽ വന്ന് ജസ്റ്റ് പ്രൊസീജിയർ ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പോകും. പക്ഷെ റെസിഡന്റ് ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഡ്യൂട്ടി കൂടുതലാണ്. 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ. വാട്ട് ഈസ് ദ ഷിഫ്റ്റ് ഡ്യൂട്ടി ടൈം? എത്രയാണ് സീനിയർ റെസിഡന്റ് ഡോക്ടറുടെ? 12 hours ഡ്യൂട്ടിയാണ് വരുന്നത്. ഓക്കെ ആണോ? പറഞ്ഞു മനസ്സിലായോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് പറയോ, എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ആ ഓക്കെ, അങ്ങനെ മിണ്ടാതിരിക്കരുതിട്ടാ. ഞാൻ എങ്ങനെ അറിയണേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയണ്ടേ എനിക്ക്? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ദ സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം ദ എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിത്തൗട്ട് പെർമിഷൻ. ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ് കേട്ടോ. അതായത് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർക്ക് എന്തിനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷൻ, ഇൻഎവിറ്റബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ വരികയാണെന്ന് വെച്ചാൽ, എമർജൻസി സിറ്റുവേഷൻ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ചിലപ്പോൾ അവിടെ കൺസൾട്ടന്റ് ഉണ്ടാവണമെന്നില്ല. ദാറ്റ് മീൻസ് സീനിയർ മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ, കൺസൾട്ടന്റ് ഒക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭത്തില് ഈ പറയുന്ന പേഷ്യൻസിന് എന്താണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടർമാർക്കുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്, സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് വിച്ച് മേ ബി ഇൻഎവിറ്റബിൾ വിത്തൗട്ട് പെർമിഷൻ. അനുവാദമില്ലാതെ, കൺസൾട്ടന്റിന് അനുവാദമില്ലാതെ തന്നെ എമർജൻസി സിറ്റുവേഷൻ, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ കൺസൾട്ടന്റിനെ വിളിച്ച് അഭിപ്രായം ചോദിക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ സാന്നിധ്യത്തില് എമർജൻസി സിറ്റുവേഷൻ കേട്ടോ, അത് പ്രത്യേകം ഒരു പറയുന്നുണ്ട്, ഇൻഎവിറ്റബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭത്തില് പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ്, അവകാശം ഏത് ഡോക്ടർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് ഉണ്ട്. ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോംഡ്. അതിനുശേഷം ആരെ അറിയിച്ചാൽ മതി? മെയിൻ ആയിട്ടുള്ള കൺസൾട്ടന്റ് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്താൽ മതി. കാര്യം അറിയാലോ, മനുഷ്യന്റെ ജീവന്റെ കാര്യമാണ്, അവിടെ എല്ലാം വിലപ്പെട്ടതാണ്. പെട്ടെന്ന് കൺസൾട്ടന്റ് വരുന്നതോ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായമോ അതൊന്നും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർക്ക് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? സീനിയർ റെസിഡന്റിന് റൈറ്റ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. ജൂനിയർ റെസിഡന്റ് എന്ന് പറയുമ്പോൾ നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റെസിഡൻസി പീരീഡിലോട്ട് എത്തിയിട്ടില്ല, നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അവരെയാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്, ബ്രാക്കറ്റിൽ കൊടുത്തേക്ക് ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് MD അല്ലെ. MD ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. will be on duty in unit day and night. അവരെ സംബന്ധിച്ച് അവരുടെ ഡേയും നൈറ്റും ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? യൂണിറ്റിൽ ഉണ്ടായിരിക്കും. അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, ശരിക്കും ഭയങ്കര വർക്ക് ലോഡ് ഉള്ളൊരു സമയമാണ് കേട്ടോ അവരുടെ. ഓക്കെ, ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ പേഷ്യൻസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ഡ്യൂട്ടി എന്താണ് നോക്കുക. ദ ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ പേഷ്യൻസ് റെക്കോർഡ്സ് while in ICU and preparing the summaries. അതായത് ICUവിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അവരുടെ സമ്മറികളെല്ലാം, അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള സമ്മറികൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ഡ്യൂട്ടിയാണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചോദിച്ചത്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ്സ് while in ICU and preparing the summaries. ICUവിൽ ആയിരിക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനും അവരുടെ ട്രീറ്റ്മെന്റ് സമ്മറികളൊക്കെ തയ്യാറാക്കുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഓപ്ഷൻ അകത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു. നൺ ഓഫ് ദീസ്. ഏതായിരുന്നു ആൻസർ? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. അതേസമയം പോലീസ് ദ രജിസ്ട്രാർ ഇൻ ICU എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? അത് സീനിയർ റെസിഡന്റ് ഡോക്ടർ. മറന്നുപോകും കേട്ടോ. ക്ലിയർ ആണ് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ICUവിലുണ്ട് എന്താണ് ക്വസ്റ്റ്യൻസ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? കേട്ടോ. ICUയുടെ രജിസ്ട്രാർ ആരാണ്? ആരാണ് രജിസ്ട്രാർ? സീനിയർ റെസിഡന്റ് ഡോക്ടർ. കേട്ടോ. അടുത്ത ചോദ്യം ഇതായിരുന്നു, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ പേഷ്യൻസ് റെക്കോർഡ്സ് while in ICU and preparing the summaries? ആരാണ് ആൻസർ? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ. കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. കേട്ടോ. ഇനി നമുക്ക് ICUലേക്ക് അഡ്മിഷന്റെ കുറച്ച് മാനദണ്ഡങ്ങൾ പഠിക്കാനുണ്ട്. അതായത് എങ്ങനെയുള്ള ആളുകളെയാണ്, നമുക്ക് ഒരു കാര്യം അറിയാം, എങ്ങനെയുള്ളവരെയാണ് പരിചരിക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ICUവിലെ അഡ്മിഷന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേട്ടോ. ചില ഫാക്ടേഴ്സ് ഉണ്ട്, ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ICUവിലേക്ക് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. കേട്ടോ. നോക്കുക. To optimize ICU resources and enhance the outcomes, ICU admissions should be graded on the basis of the combination of the factors. അതായത് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അർത്ഥമാണ്. കേട്ടോ. അതായത് നമ്മൾ ICUവിലെ റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രയോജനപ്പെടുത്താനും നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മുടെ ICU അഡ്മിഷൻ എന്ന് പറയുന്നത് ചില പ്രധാനപ്പെട്ട ചില ക്രൈറ്റീരിയയെ ബേസ് ചെയ്തിട്ടാണ് ICU അഡ്മിഷൻ നമ്മൾ നടത്തുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. കേട്ടോ. എത്ര പോയിന്റ് ഉണ്ട്? 6 പോയിന്റ് ഉണ്ട്. കേട്ടോ. 6 പോയിന്റ്സ് ഉണ്ട്. ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അല്ലെ, എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥയുടെ തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അത് ശരിയാണല്ലോ, പ്രയോറിറ്റൈസേഷൻ ആണ്. അല്ലെ, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് ഒരു രോഗിയുടെ തീവ്രത, രോഗത്തിന്റെ തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പേഷ്യന്റിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്തത്. കാര്യം നമുക്കറിയാം, ICU എന്ന് പറയുമ്പോൾ അവിടെ വാർഡ് പോലെ ഒരുപാട് റൂം, മീൻസ് ബെഡുകളൊന്നുമില്ല, വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ രോഗികൾ വരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെ, അപ്പൊ അതിനകത്ത് ഏറ്റവും രോഗ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ ആവശ്യമായുള്ള പേഷ്യന്റ് ഏതാണോ അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതന്നെ അവിടെ പറഞ്ഞത്. കേട്ടോ. അതായത് ഒരു രോഗിയുടെ രോഗ തീവ്രതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ ക്രൈറ്റീരിയ. കേട്ടോ. രണ്ടാമത്തെ പറയുന്നത് നോക്കാം, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. കേട്ടോ. എന്താണ് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്? അതായത് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസിന് ആവശ്യമുള്ള ചില സ്പെസിഫിക് നീഡ്സ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ചില പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ് വേണ്ടി വരും. ചിലർക്ക് വെന്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞാല് ചില ആൾക്കാരുടെ ജീവൻ നമുക്ക് നിലനിർത്താനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അല്ലെ, അപ്പൊ അത്തരത്തില് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഒരു ലൈഫ് സപ്പോർട്ടിങ് ചെയ്യുന്ന തെറാപ്പി അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സിന്റെ ആവശ്യം അവർക്ക് വരും. അങ്ങനെയുള്ള സ്പെസിഫിക് നീഡ്സ് ഉള്ള, പ്രത്യേക ആവശ്യകതകളുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഡയഗ്നോസിസ് ആണ്, അതായത് രോഗനിർണയമാണ്. രോഗനിർണയം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഹു ആർ കെയർഡ് ഇൻ ICU, അതായത് ചില അസുഖങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അത് എന്തിന് കാരണമാവാറുണ്ട്? ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. നമ്മൾ കുറെ കേസുകൾ പഠിച്ചില്ലേ, കോംപ്ലക്സ് സ്പൈനൽ സർജറി, കാർഡിയോ വാസ്കുലർ സർജറി, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെയുള്ള അത്തരം രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും? ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഡയഗ്നോസിസും ഒരു ഫാക്ടറാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. പിന്നെ നോക്കുക, പ്രോഗ്നോസിസ് ആണ്. എന്താണ് പ്രോഗ്നോസിസ്? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാല് പ്രഡിക്ഷൻ ആണ്. കേട്ടോ. പ്രവചനം എന്നുള്ള അർത്ഥമാണ്. പ്രെഡിക്റ്റ് ചെയ്യാം, പ്രവചിക്കാം എന്നുള്ള അർത്ഥമാണ്. കേട്ടോ. പ്രോഗ്നോസിസ് എഴുതി വെച്ചോട്ടാ, അറിഞ്ഞില്ലെങ്കിൽ എഴുതി വെക്കണേ, പിന്നീട് വായിക്കുന്ന സംശയം തോന്നരുത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാല് പ്രഡിക്ഷൻ ആണ്, പ്രവചനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ, നമ്മളല്ല ഡോക്ടർ രോഗിയെ നോക്കുന്ന സമയത്ത് ഡോക്ടർക്ക് തോന്നുകയാണ്
ഇവർക്ക് കുറച്ചും കൂടെ ഒരു ഇന്റൻസീവ് കെയർ, ഒരു ICUവിൽ പ്രവേശിപ്പിച്ച് അവർക്കൊരു ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രോഗിയുടെ അവസ്ഥ കുറേ കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രോഗ്നോസിസ്, ഒരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ICUയിലോട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, അല്ലെ? അതിപ്പോ ഒരു ഡോക്ടർക്കാണ് അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം ചികിത്സിക്കുമ്പോൾ ഇപ്പൊ രോഗിയുടെ കണ്ടീഷൻ വളരെ മോശമാവാണ്, അവർക്കൊരു ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവർ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രോഗിയുടെ അവസ്ഥ കുറെ കൂടെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, അത് കുറെ കൂടെ ബെറ്റർ ആകും എന്നുള്ളൊരു പ്രഡിക്ഷൻ, ഒരു പ്രോഗ്നോസിസ് ഉണ്ടെങ്കിൽ അതും എന്തിന് കാരണമാവാറുണ്ട്? ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. ക്ലിയർ ആയി പറഞ്ഞതാണ് പ്രോഗ്നോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻ. അതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്നോസിസ് പോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപാടുകളിൽ നിന്ന് സാധ്യതയുള്ള നേട്ടം. ദാറ്റ് മീൻസ് ഇന്റർവെൻഷൻസ് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില ഇടപാടുകൾ, ചില രീതിയിൽ നമ്മൾ പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് കൊടുക്കാം? ICUയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് അവിടെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻ. നല്ല ഇന്റർവെൻഷൻസിലൂടെ ഒരു ICU ഇന്റർവെൻഷൻസ് നടത്തിക്കൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവരെ ICUയിലൂടെ അഡ്മിറ്റ് ചെയ്യാം. പിന്നെ വരുന്ന ഫാക്ടർ എന്താണ്? ബെഡ് അവൈലബിലിറ്റി ആണ്. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കിടക്കയുടെ ലഭ്യത എന്ന് വെച്ചാൽ വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ICUയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ബെഡ് അവൈലബിലിറ്റി എന്തിന്റെ ക്രൈറ്റീരിയ ആണ്? ഒരു ICU അഡ്മിഷന്റെ ക്രൈറ്റീരിയ. ക്ലിയർ ആയി പറഞ്ഞ പോയിന്റുകള്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് പ്രയോറിറ്റൈസേഷൻ ആണ് കേട്ടോ. അതായത് ഒരു രോഗിയുടെ രോഗതീവ്രതയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ നടത്തേണ്ടത്, അതൊരു ക്രൈറ്റീരിയ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് ദാറ്റ് എന്താ പറയുക ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്, അല്ലെ? ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേക ആവശ്യകതകളുള്ള രോഗികളുണ്ടെങ്കിൽ അതൊരു കാരണമാണ് ICU അഡ്മിഷൻ. അതൊരു ഡയഗ്നോസിസ്, അല്ലെ? ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് ICU അഡ്മിഷന് ഒരു കാരണമാവാറുണ്ട്. അതുപോലെ പ്രോഗ്നോസിസ്, ദാറ്റ് മീൻസ് പ്രഡിക്ഷൻ, അല്ലെ? ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അതും ദാറ്റ് വിൽ ബി ദ വൺ ഓഫ് ദ റീസൺ ഫോർ ദ ICU അഡ്മിഷൻ. പിന്നെ വരുന്നത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻ. ഏകദേശം പ്രോഗ്നോസിസ് പോലെ തന്നെ കേട്ടോ. നല്ല ഇടപെടലുകൾ നടത്തുവാണെങ്കിൽ അവർ കുറെ കൂടി ബെറ്റർ ആവും എന്നുണ്ടെങ്കിൽ അവരെ അങ്ങനെ നമുക്ക് ICU അഡ്മിറ്റ് ചെയ്യാം. പിന്നെ ബെഡ് അവൈലബിലിറ്റി. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞേ, ക്രൈറ്റീരിയ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയും ചോദ്യം വരിക താഴെ തന്നിരിക്കുന്നതില് ICU അഡ്മിഷൻ ക്രൈറ്റീരിയയില് ഉൾപ്പെടുന്നത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ്. അതിന് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് മാത്രം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ സാധാരണ നമ്മുടെ ICUയിലൊക്കെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് നോട്ട് ചെയ്യണം കേട്ടോ. നോക്കാം, ഫസ്റ്റ് കാര്യം ഇതാണ്. Connection with the parent unit is necessary for the proper treatment of the patients in ICU. എന്താണ് പറയുന്നത്? Connection with the parent unit is necessary for the proper treatment of the patients in ICU. അതായത് നമ്മുടെ ICUയിലുള്ള രോഗികൾക്ക് ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഉറപ്പാക്കണമെങ്കിൽ ഏത് യൂണിറ്റുമായിട്ടൊരു കണക്ഷൻ വേണം? പാരന്റ് യൂണിറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അതെന്താണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല, അതായത് ഒരു പേഷ്യന്റിനെ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് യൂണിറ്റിൽ നിന്നാണോ ICUയിലോട്ട് അവരെ റെഫർ ചെയ്യുന്നത് ആ ഒരു യൂണിറ്റ് ആണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർഡിയാക് സംബന്ധമായിട്ട്, ഹൃദയ സംബന്ധമായിട്ട് ഇഷ്യൂ ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്. സ്വാഭാവികമായിട്ട് അത് എവിടേക്ക് ആയിരിക്കും വരിക? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലോട്ടാണല്ലോ വരിക, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും വരിക. അവിടെ വരുന്നു, രോഗിയെ ചികിത്സിക്കുന്നു, രോഗിയുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്, അവരെ അപ്പൊ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാർഡിയാക് ICUയിലോട്ട് അവരെന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഒരു കാർഡിയാക് ICUവിനെ സംബന്ധിച്ച് ആ ഒരു യൂണിറ്റിന്റെ പാരന്റ് യൂണിറ്റ് ഏതാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അവിടെ നിന്നാണ് ആ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് ICUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ അവരെ എവിടെ നിന്നാണോ റെഫർ ചെയ്തത് അതാണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് പറഞ്ഞത്, ഒരു പേഷ്യന്റിന്, ICUയിലുള്ള പേഷ്യൻസിന് ഒരു നല്ല ട്രീറ്റ്മെന്റ് ഉറപ്പാക്കണമെങ്കിൽ എപ്പോഴും ഒരു പാരന്റ് യൂണിറ്റ്, അവർ എവിടെ നിന്നാണോ റെഫർ ചെയ്ത് വിട്ടത് അവരുടെ ആ ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം.
എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? കാര്യം അവര് ആദ്യം വരുന്ന പാരന്റ് യൂണിറ്റിലോട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു രോഗിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെ അവരുടെ ഹെൽത്തിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസ് അറിയാവുന്നത് ആ പാരന്റ് യൂണിറ്റിനായിരിക്കും. അപ്പൊ അവരുമായിട്ടൊരു നല്ല കണക്ഷനും കോർഡിനേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പരിചരണം എന്താ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, ICUലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു കണക്ഷൻ വേണം അല്ലെ. വരുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അറിയണം, എന്തായിരുന്നു അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത് എന്നതൊക്കെ അറിയണമെങ്കിൽ അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ICUലെ പേഷ്യൻസിന് നല്ലൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റ് ഇസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Routine ICU rounds shall be held in the morning at 9 to 11 AM. അപ്പൊ ഞാൻ ചെയ്ത് വെക്കാം കേട്ടോ. Morning at 9 to 11 AM under whom the patient is admitted. The main decision regarding the treatment is taken in this round. കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാധാരണയായിട്ട് ICU റൗണ്ട്സുകൾ ഏത് സമയത്താണ് നടക്കുന്നത്? ഏത് സമയത്താണ് നടക്കുന്നത്? മോർണിംഗ് 9 to 11 AM. മോർണിംഗ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. ഓപ്ഷനകത്ത് ഈവനിങ് 9 to 11 PM എന്നൊക്കെ പറഞ്ഞ് തരൂ കേട്ടോ. അപ്പൊ അതൊക്കെ മാറിപ്പോകുന്നത്. സാധാരണ ICU റൗണ്ട്സുകൾ നടക്കുന്നത് രാവിലെയാണ്, മോർണിംഗ് ഒരു 9 to 11 AM സമയത്താണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. അത് മാത്രമല്ല ആ ഒരു റൗണ്ട്സിലാണ് നമ്മുടെ പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ ടൈമിലാണ്. ICU പേഷ്യൻസിന്റെ ചികിത്സയുടെ അവരുടെ ട്രീറ്റ്മെന്റിൽ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്താണ് കേട്ടോ. എപ്പോഴാണ്? മോർണിംഗ് അറ്റ് 9 to 11 AM കേട്ടോ. രാവിലെ ഒരു 9 to 11 AM വരെയുള്ള സമയത്താണ് പൊതുവെ ICU റൗണ്ട്സുകൾ നടക്കുന്നത്. അടുത്തത് ഇതാണ്. The treatment initiated to the patients is written by the senior resident posted in ICU and extensive care is given to patient. വേറൊന്നുമല്ല, നമ്മള് ICUലുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എഴുതുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പുള്ളിയുണ്ട്, സീനിയർ റെസിഡന്റ് ഡോക്ടർ. ICUയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതൊക്കെ എഴുതുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. അത് മാത്രമല്ല, എക്സ്റ്റൻസീവ് കെയർ ഇസ് ഗിവൻ ടു പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റിന് വളരെ നല്ലൊരു പരിചരണങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ഉറപ്പാക്കാനായിട്ട് പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. ICU റൗണ്ട്സ് സാധാരണ മോർണിംഗ് 9 to 11 AM ടൈമിലാണ് ICU റൗണ്ട്സ് നടക്കുന്നത്. ആ ഒരു സമയത്താണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നത് ആ ഒരു റൗണ്ട്സിന്റെ ടൈമിലാണ് കേട്ടോ. അത്രയ്ക്കൊന്നും ആലോചിക്കുക. അതുപോലെ പേഷ്യൻസിന് ICU പേഷ്യൻസിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരംഭിക്കുന്ന ചികിത്സകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നത് എഴുതുന്നത് ആരാണ്? അത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് കേട്ടോ. എന്തിന്റെ ഡിസ്ചാർജ് ആണ്? നമ്മൾ ICUയിലുള്ള പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അവിടെ നിന്ന് മാറ്റുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. The patients who are recovered and are steady can be discharged. അറിയാലോ, ICUയിലൊക്കെ ഉള്ള പേഷ്യൻസ് അത്യാവശ്യം അവർ സ്റ്റേബിൾ ആയി, അത് റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അവർ ICUയിൽ ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ICU എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇന്റൻസീവ് കെയർ കൊടുക്കുക. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന ആ ഒരു പർപ്പസ് മാത്രമേ ICUയിലുള്ളൂ. അതുകൊണ്ട് രോഗി റിക്കവർ ചെയ്തു അവർ കുറെ കൂടി സ്റ്റഡി ആയി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിനാണ് പറഞ്ഞത്. The patients in whom immediate threat is lessened but needs close observation can neither be discharged to wards or in the intermediate care area depending on the need for ICU beds. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില പേഷ്യൻസ് ഉണ്ടാവും, അവരെ സംബന്ധിച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ട്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു രോഗഭീഷണി അവരുടെ കുറഞ്ഞിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഏകദേശം അത് സ്റ്റേബിൾ ആയിട്ടുള്ള അവരെ കൊണ്ടുവന്ന ആ ഗുരുതരാവസ്ഥയിൽ നിന്നും അവർ ഒരുപാട് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അതായത് അവരുടെ രോഗഭീഷണി കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും അവർക്കൊരു ക്ലോസ് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. പെട്ടെന്നുള്ള രോഗഭീഷണി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് എന്താ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വാർഡിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് കെയർ ഏരിയസിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യാം. വാർഡിൽ ഡിസ്ചാർജ് ചെയ്യാം. അതും എന്തിനെ ബേസ് ചെയ്തിട്ട്?
ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ്. ICU ബെഡ്സിന്റെ ആ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? അടുത്തത് മൂന്നാമത്തെ, ഒന്നും വലിയ ചോദ്യം വരാനില്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. The patients in whom death is declared to be impending, even if intensive care is continued, again kept in ICU depending on the availability of the resources. എന്താണ് അവിടെ പറയുന്നത്? അതായത് ചില പേഷ്യൻസ്, ICUലെ പേഷ്യൻസ്, അവരുടെ മരണം ഉറപ്പാണ്, അവർ മരിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്, തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നുണ്ട്. എങ്കിലും അവരുടെ മരണം എന്താണ്? ഉറപ്പായിട്ടില്ല. മരണം ഉറപ്പായിട്ടുള്ള രോഗികളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി, ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവർ മരിക്കുമെന്ന് കരുതിയിട്ട് അവരെ മാറ്റേണ്ടതാണ്. ICUവിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലായല്ലോ? അപ്പൊ ഒരു രോഗിയുടെ അവസ്ഥ റിക്കവർ ചെയ്ത് അവര് സ്റ്റഡി ആയി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില രോഗികളുടെ പെട്ടെന്നുള്ള രോഗഭീഷണി കുറയുകയും എന്നാൽ അവർക്കൊരു ക്ലോസ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വാർഡിലോട്ടോ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് ഏരിയയിലൊക്കെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട് എങ്കിലും മരണം എന്താ പറയാ ഉറപ്പായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്താൽ മതി, ഇവിടെ തന്നെ കെപ്റ്റ് ചെയ്താൽ മതി, ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അടുത്തത് നെക്സ്റ്റ് വരുന്നത് 3 പേരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ആരുടെയൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാറുള്ളത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU കേട്ടോ. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഉത്തരവാദിത്തമുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. 3 വിഭാഗമാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് ICU ഇൻചാർജ്. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ICU ഇൻചാർജെന്നോ അല്ലെങ്കിൽ ICU ഡയറക്ടറിനോ ഇന്റൻസിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ICU സെക്രട്ടറി കേട്ടോ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അത് പറയാൻ കാരണം ഇത് വായിച്ചു വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം ഏതാണ്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തം ഏതാണ്? ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം ഏതാണ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ നമുക്ക് നോക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU കേട്ടോ. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി അഥവാ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, he is the representative for the unit in administrative. He is the representative for unit in administrative. അതായത് ICUവിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് ICU ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ഒരു പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത് ICU ഇൻചാർജ്. ഇൻചാർജ് എന്ന് തന്നെ കേൾക്കുമ്പോൾ അറിയാലോ, ഹീസ് ദ റെപ്രസെന്റേറ്റീവ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളില് ICU എന്ന് പറയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ്, റെപ്രസെന്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത് ICU ഇൻചാർജ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, he provides the continuity of clinical care. എന്താണ്? He provides the continuity of a clinical care കേട്ടോ. അതായത് ഈ പറയുന്ന ക്ലിനിക്കൽ പരിചരണത്തിന്റെ തുടർച്ച നൽകുന്നത് ആരാണ്? ഈ പറയുന്ന ഇൻചാർജ്. തുടർച്ച നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിൽ യാതൊരു തരത്തിലും ബ്രേക്കേജ് വരാതെ ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ ഒരു കണ്ടിന്യൂവിറ്റി, ഒരു തുടർച്ച നിലനിർത്തുന്നത് ആരാണ്? അത് ഇൻചാർജ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ തേർഡ് മോഡ്യൂളൊക്കെ പഠിക്കുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊരു കമ്പോണന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അതായത് നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രേക്ക് വരാൻ പാടില്ല. ബ്രേക്ക് വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് ക്ലിനിക്കൽ പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. അതായത് തുടർച്ചയായിട്ടുള്ള രീതിയിൽ യാതൊരു വിധത്തിലും അവരുടെ പരിചരണത്തിൽ ബ്രേക്കേജ് വരാതെ ഒരു കണ്ടിന്യൂവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി തന്നെയാണ് ICU ഇൻചാർജ് ആണ് കേട്ടോ. ഓക്കെ, ഇന്ന് വരുന്നത് എന്താണ്? Arrange the teaching and supervision of junior staff who needed comprehensive instructions, not only regarding patient care, but also for the use of unfamiliar equipment. അതോടൊപ്പം തന്നെ ജൂനിയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ
അവർക്ക് അവരുടെ മേൽനോട്ടം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന പേഷ്യന്റിന് ഒരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനു കൂടി വേണ്ടിയിട്ടാണ്? ആ ICUവില് അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത എക്യുപ്മെന്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതും അത് തന്നെയാണ് നമ്മുടെ ICU ഇൻചാർജ് ആണ്. മനസ്സിലായല്ലോ? അദ്ദേഹം ഒരു ഇന്റൻസിവിസ്റ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള ആളാണ്. ഒരുപാട് സ്റ്റാഫുകൾ അദ്ദേഹത്തിന്റെ കീഴിലായിട്ടുണ്ടാവും. അവർക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഈ പറയുന്ന പേഷ്യന്റിന്റെ കെയറിന് മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള ഗൈഡ് ലൈൻസ് അല്ല, പിന്നെ എന്തും കൂടെയാണ് ICUവിൽ ഉപയോഗിക്കുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നതിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. ഇതൊക്കെ ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്തത്, ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്സ് ആണല്ലോ. അതായത് ICUവിലുള്ള എക്യുപ്മെന്റ്സുകൾ, ICUവിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും മറ്റും പർച്ചേസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ എന്താ പറയാ സൂപ്പർവൈസ് ഒക്കെ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ICU ഇൻചാർജ് ആണ് കേട്ടോ. ഹീസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICUക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ വാങ്ങുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും അത് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യുന്നതിനും ഒക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ICU ഇൻചാർജ് ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ, ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. ഇതാണ് പറയുന്നത്, ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി കേട്ടോ. അതായത് ഈ പറയുന്ന ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ഒരു അതോറിറ്റി, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുക്കേണ്ടത് അത് തന്നെയാണ് ICU ഇൻചാർജ് ആണ്. റിസർച്ച് വർക്കുകൾ അല്ലെ, അതായത് നമ്മള് ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഗവേഷണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അതായത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടാണ്. അതായത് നമുക്കറിയാലോ, നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ദിനം പ്രതി പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ കുറെ എക്യുപ്മെന്റുകൾ, അല്ലെങ്കിൽ പുതിയ കുറെ മെഡിസിൻസുകൾ, പുതിയ കുറെ ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെ വരുന്നുണ്ട് അല്ലെ. ഒത്തിരി ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകള്, ട്രീറ്റ്മെന്റുകള് എല്ലാം വരുന്നുണ്ട് അല്ലെ ആരോഗ്യ മേഖലയില്. അതുകൊണ്ട് തന്നെ പുതിയ ട്രീറ്റ്മെന്റുകള് അല്ലെങ്കിൽ പുതിയ പല എക്യുപ്മെന്റുകള് അതൊക്കെ വളരെ സേഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ, വളരെ സേഫ് ആയിട്ട് നമുക്ക് അതിനെ വിലയിരുത്താനും അത് എന്താണ് എത്രത്തോളം ഭാവിയിലെ രോഗികൾക്ക് എത്രത്തോളം അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ച് ട്രയലുകൾ കണ്ടക്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമുക്കറിയാലോ, പല ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് പലതും പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതും നിലവിലുള്ള ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതൊക്കെ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുമ്പോഴാണ്. നമുക്ക് കോവിഡ് ഒക്കെ വന്നപ്പോഴാണല്ലോ നമ്മൾ കുറെ റിസർച്ച് ഒക്കെ നടത്തിയിട്ടല്ലേ കോവിഷീൽഡ്, കോവാക്സിൻ അങ്ങനെയൊക്കെയുള്ള കുറെ പുതിയ വാക്സിൻ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണല്ലോ. എന്നതുപോലെ റിസർച്ച് ട്രയലുകൾ എന്തിനാ കണ്ടക്ട് ചെയ്യുന്നത്? പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ എക്യുപ്മെന്റുകളൊക്കെ സേഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അത് ഫ്യൂച്ചർ പേഷ്യൻസിന് എത്രത്തോളം എന്താ പറയാ ബെനിഫിറ്റ് ആണ് എന്ന് കണ്ടെത്തുന്നതിനും മറ്റുമാണ് നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ച് പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക, അത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു അതോറിറ്റി, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമാണ് അവർക്ക് അത് നല്ല സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്. ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. ഓക്കെ, അതോറിറ്റി എന്നുള്ള രീതിയിൽ അതിനൊരു റെക്കഗ്നേഷൻ കൊടുക്കുക, ഒരു അംഗീകാരമൊക്കെ കൊടുക്കുക കേട്ടോ. അവിടൊക്കെ ഇദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത് എന്താണ്, ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ് കേട്ടോ. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതായത് എല്ലാ ചികിത്സാ രീതികളും മറ്റുള്ള സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? റിവ്യൂ ചെയ്തിരിക്കണം, അവലോകനം ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ്? ICU എന്ന് പറയുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോ ഇദ്ദേഹം എന്ന് പറയുന്നത്, ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ രോഗിക്കും വ്യക്തിഗതമായിട്ടാണ് നമ്മൾ പരിചരണം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ സ്റ്റാഫുകളുമായിട്ടും, ഓരോ രോഗികൾക്കും കൊടുക്കുന്ന ചികിത്സാ രീതികളും എല്ലാ സ്റ്റാഫുകളുമായിട്ടും എന്ത് ചെയ്തിരിക്കണം? റിവ്യൂ ചെയ്തിരിക്കണം. എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് പേഷ്യന്റിന് എന്ത് കൊടുക്കാനായിട്ട്, പരിചരണം കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായോ?
ICUവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. അദ്ദേഹം ഒരു ക്ലിനിക്കൽ കെയറിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജൂനിയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും സൂപ്പർവിഷനും കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ICUവിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യാൻ സർവീസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു അധികാരി എന്നുള്ള രീതിയിൽ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് എല്ലാ ചികിത്സാ രീതികളും അവലോകനം ചെയ്യുന്നതും ഇതിന്റെ ഉത്തരവാദിത്വം. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ കൊണ്ട് ഞാനൊന്നും പറയിപ്പിക്കാറില്ല. അപ്പൊ ബോറടിക്കുന്നൊന്നുമില്ലല്ലോ? ഓക്കെ, ശരി. അപ്പൊ അടുത്തത് നെക്സ്റ്റ് ട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ ട്ടോ. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ആൾക്കാരാണല്ലോ. നിങ്ങൾ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ICU എന്ന് പറയുമ്പോൾ ICUവിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. A suitable environment for the patient safety. ഇതാണ് a suitable environment for the patient safety ട്ടോ. രോഗിയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ട് നല്ലൊരു അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അവിടുത്തെ മാനേജ്മെന്റ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നത്. ICUവിന്റെ മാത്രമല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യന്റിന്റെയും സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്തത് സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രവർത്തനാവസ്ഥയിലുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അതാണ് സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തും ആവാം. ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അല്ലാത്ത റിസോഴ്സസും ആവാം അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവിടുത്തെ റിസോഴ്സസ് ആണ് അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ അതും റിസോഴ്സസ് ആണ്. അപ്പൊ എല്ലാ രീതിയിലും ഉള്ള റിസോഴ്സസ്, അത് നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലുള്ള റിസോഴ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതും അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം കേട്ടോ. ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംബിൾ എന്ന് വെച്ചാൽ മതിയാവോളം, സഫീഷ്യന്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീമുകളൊക്കെ ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീമിനെയൊക്കെ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൻസ് സിസ്റ്റം ട്ടോ. ഇതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം ട്ടോ. അതായത് ഈ പറയുന്ന അനുയോജ്യമായിട്ടുള്ള റെഫറൽ സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ആണ്. റെഫറൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ICUവിലോട്ട് റെഫർ ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല. ICU അഡ്മിഷൻ ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രയോറിറ്റൈസേഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം, അതുപോലെ ബെഡ് അവൈലബിലിറ്റി അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ICUവിലോട്ട് ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യാനായിട്ട്. അങ്ങനെ അനുയോജ്യമായിട്ടുള്ള റെഫറൽ സംവിധാനത്തോടു കൂടിയുള്ള ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം കേട്ടോ. ക്വാളിറ്റി ഉറപ്പാക്കുന്ന, ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾ തേർഡും ഫോർത്തിലോട്ടൊക്കെ എത്തുമ്പോൾ ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്താ പറയുക ചാപ്റ്ററുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന, ക്വാളിറ്റി ഉറപ്പാക്കുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടതും ഒക്കെ ആര് തന്നെയാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അഷ്വർ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലൈസൻസിനെയും അക്രഡിറ്റേഷനെയും ഒക്കെ അത് ബാധിക്കും കേട്ടോ. അപ്പൊ അഷ്വറൻസ് പ്രോഗ്രാമുകളൊക്കെ ഉറപ്പാക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ പോളിസി ഫോർ ദ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ കേട്ടോ. അതായത് നമ്മുടെ ICU അഡ്മിഷനും ഡിസ്ചാർജിനും ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രോപ്പർ ആയിട്ടുള്ള പോളിസികളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. കുറെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ല, ICU അഡ്മിഷനൊക്കെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ, പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡിസ്ചാർജിനും അതിൻ്റെതായ വേറെ പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും ആര് ഉറപ്പാക്കേണ്ട കാര്യമാണ്? ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? വായിച്ചു വെക്കാൻ മതി കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി കേട്ടോ. ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഓടിപ്പോയ ഡ്യൂട്ടി പഠിക്കുന്നേക്കാളും മുമ്പ്
ആരാണ് ഈ ICU സെക്രട്ടറി എന്ന് നമുക്കറിയണ്ടേ? അദ്ദേഹം ആരാന്ന് അറിയണ്ടേ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. ആരാണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അതായത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിഭാഗം ആണെന്ന് പറയാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. അദ്ദേഹം വന്നിട്ട് എന്താണ് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും അതുപോലെ ICU ടീമിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മെഡിക്കൽ സ്റ്റാഫ് ഒന്നും അല്ല, അങ്ങനെ MBBS ഡോക്ടർ ആ ലെവലിലുള്ള ആളല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഹീസ് എ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ഹു പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് ഫോർ ദ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ ICU സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ICU ടീമിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണ കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ICU സെക്രട്ടറി. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. A unit secretary in the ICU is normally the first person whom the family members and visitors meet when coming to the ICU. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാര്യം ICUയിലോട്ട് ആദ്യമായിട്ട് ഒരു പേഷ്യൻസ് വരുന്ന സമയത്ത് പേഷ്യന്റ് ആയാലും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ശരിക്കും ICU സെക്രട്ടറിയാണ്. കാര്യം അദ്ദേഹമാണ് അതിന്റെ മേൽനോട്ടം മറ്റുമൊക്കെ വഹിക്കുന്നത്. ICUവിന്റെ പുറത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. അതുകൊണ്ട് ICUയിലോട്ട് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർ ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ICU സെക്രട്ടറിയാണ് കേട്ടോ. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നോക്കിയേ? അറ്റൻഡ് ദ കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. അറ്റൻഡ് ദ കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. കൃത്യമായിട്ട് കോളുകൾ അറ്റൻഡ് ചെയ്യുക. ICU ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് വരുന്ന കോളുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് മെസ്സേജുകൾ ICUയിലോട്ട് പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉത്തരവാദിത്തം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അക്കൗണ്ടബിൾ ഫോർ ഗ്രേറ്റിംഗ് ദം ആൻഡ് listening to determine what the client requires. Accountable for greeting them and listening to determine what the client requires. അതായത് അവിടേക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും ആവാം, പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആവാം, മറ്റ് വിസിറ്റേഴ്സ് ആര് വേണമെങ്കിലും ആവാം. അപ്പൊ അങ്ങനെ വരുന്ന ക്ലയൻസുകള് അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാം. ഓക്കെ, അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാം. അതുപോലെ തന്നെ അവര് ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യാൻ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ICU സെക്രട്ടറിക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് the secretary is liable to answer basic questions and provide the general information such as the visiting hours for the ICU. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് ICU സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഇൻഫർമേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ലയബിലിറ്റി ബാധ്യത ആർക്കാണുള്ളത്? ICU സെക്രട്ടറിക്ക്. ഒരു എക്സാമ്പിൾ ആണ് അവർ പറഞ്ഞത്. ICUവിന്റെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ അന്വേഷിച്ച ആളുകൾ വരുവാണെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ പറ്റിയും അതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ICU സെക്രട്ടറിയാണ് കേട്ടോ. അടുത്തത്, it cannot provide the information concerning the medical status of the patient. It is the secretary who helps point the customers in the right direction and refers them to other staff members if needed. അത് വേറെ നല്ല പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തില് ഈ പറയുന്ന ഒരു സെക്രട്ടറിയാണ് എന്ത് ചെയ്യുന്നത്? വരുന്ന കസ്റ്റമേഴ്സിനെ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ട് പറഞ്ഞു. റൈറ്റ് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി, അപ്പൊ ഒരു ICUവിലുള്ള ഒരു പേഷ്യന്റിനെ പറ്റിയിട്ട്, അങ്ങനെ ഒരു ICUവിന്റെ പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റി അറിയാനായിട്ട് ഒരു വ്യക്തി വരികയാണ്. പക്ഷെ അതിന് ഈ ഒരു രോഗിയുടെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരെ ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. എന്താ ICU സെക്രട്ടറി എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്ന വ്യക്തി ആരാണോ അവിടേക്ക് അവരെ ഡയറക്ട് ചെയ്ത് വിടണം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ സെക്രട്ടറി ഹു ഹെൽപ്സ് ദ പോയിന്റ് ദ കസ്റ്റമേഴ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അവർക്ക് എവിടെ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുമോ ആ ഒരു ഡയറക്ഷനിലേക്ക് അവരെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുന്നത് ICU സെക്രട്ടറിയാണ് കേട്ടോ. ആൻഡ് റെഫേഴ്സ് ദം ടു അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇഫ് നീഡഡ്. ആവശ്യമാവുന്ന സമയത്ത് ICU സെക്രട്ടറിക്ക് ചിലപ്പോൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, പകരം അവർക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ആളുകൾ ആരാണോ അവരുടെ അടുത്തേക്ക് അവരെ ഡയറക്ട് ചെയ്ത് വിടേണ്ടത് ICU സെക്രട്ടറിയാണ് കേട്ടോ.
പിന്നെ വരുന്നത് പെർഫോം ദ ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ കേട്ടോ. കാര്യം ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അപ്പൊ കൂടുതലും ക്ലറിക്കൽ വർക്കുകളൊക്കെയാണ് ഇദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വരിക. സോ പെർഫോം ദ ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ കേട്ടോ. ICU സംബന്ധമായിട്ട് വരുന്ന ക്ലറിക്കൽ പ്രവർത്തനങ്ങൾ, ഇപ്പൊ രോഗിയുടെ ഇൻഷുറൻസും കാര്യങ്ങളും ഇൻഷുറൻസ് സംബന്ധമായിട്ടൊക്കെ കാര്യങ്ങൾ ക്ലറിക്കൽ ടാസ്കുകളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ബെഡിന്റെ സ്റ്റാറ്റസ് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ബെഡ് അവൈലബിലിറ്റി ഒക്കെ അറിയാനാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. പിന്നെ വരുന്നത് മെയിൻ്റെനൻസ്, ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഓക്കെ, ICUവിലുള്ള പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഫയൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ് കേട്ടോ. അതായത് ഈ ഒരു കെയർ സർവീസസ് രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ICU സെക്രട്ടറിയാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് ICUവിലുള്ള പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ രീതിയിൽ ഈ ഒരു രോഗിക്ക് നല്ലൊരു പരിചരണ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നാൽ അതിനൊരു കണക്ഷൻ ഒക്കെ കൊടുക്കേണ്ടത് ICU സെക്രട്ടറിയാണ്. അതാണ് അവിടെ പറഞ്ഞത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. ഈ ഒരു രോഗിക്ക് കൊടുക്കുന്ന പരിചരണം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒരു ICU സെക്രട്ടറിയാണ്. അദ്ദേഹം കൂടുതലും ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലികളാണ് അദ്ദേഹം ചെയ്തത്. കോളുകൾ അറ്റൻഡ് ചെയ്യാം, മെസ്സേജുകൾ പാസ് ചെയ്യാം, ക്ലറിക്കൽ ടാസ്കുകൾ ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് ICU സെക്രട്ടറി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ICU ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. അത് ഞാൻ കാര്യം പറയാം, മൊഡ്യൂൾ 1 എന്റെ ചാപ്റ്റേഴ്സുകൾ എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊഡ്യൂൾ 1 എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയാണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ്, ICU. ഇത്രയും ചാപ്റ്ററാണ് എനിക്ക് തന്നത്. അത് ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൊഡ്യൂൾ 2 നെക്സ്റ്റ് ചാപ്റ്റേഴ്സുകൾ എനിക്ക് വരുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കണം കേട്ടോ. ഇത്ര എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഓക്കെ ആണ്. അപ്പൊ ശരി, അത് നമുക്ക് ഇനി എന്നാ കാണാം? നമ്മള് നാളെ ക്ലാസ്സിലെല്ലാം ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.